വരും, പ്രതികരണങ്ങൾ പോകും. ഫടാഫട്ട് ഖടാഖട്ട്, ഫടാഫട്ട് ഖടാഖട്ട്, ഫടാഫട്ട് ഖടാഖട്ട്. ഇത് ആരെ ഒരു നിമിഷം നികേഷ് കുമാർ. ഖടാഖട്ട് എന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പിൽ ഉയർന്നു കേട്ട രണ്ട് വാക്കുകൾ ഖടാഖട്ട് എന്ന് രാഹുൽ ഗാന്ധിയുടെ വാക്കും ഫടാഫട്ട് എന്ന് സമാജ്വാദി പാർട്ടിയുടെ ഫടാഫട്ട് എന്ന അഖിലേഷ് യാദവിന്റെ വാക്കുകളുമാണ്. ഫടാഫട്ട് ഖടാഖട്ട്, ഫടാഫട്ട് ഖടാഖട്ട്. എങ്ങനെയാണ് വോട്ടിംഗ് വർദ്ധിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഖടാഖട്ട് എന്നുള്ളത് രാഹുൽ ഗാന്ധി പറയുന്നത് ഏത് ഘട്ടത്തിലാണെന്ന് കൂടി ഓർമ്മിപ്പിക്കണം. നോക്കൂ, നിങ്ങൾക്ക് സ്ത്രീ വോട്ടർമാർക്ക് ഈ ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ജൂലൈ മാസം 4-ാം തീയതി 8,500 രൂപ, ഓഗസ്റ്റ് മാസം 4-ാം തീയതി 8,000 രൂപ, 8,500 രൂപ നിങ്ങൾക്ക് കിട്ടും. ഓരോ മാസവും നിങ്ങൾക്ക് കിട്ടും. 12 മാസം 1 ലക്ഷം രൂപ. ഖടാഖട്ട് ഖടാഖട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ വരുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഖടാഖട്ട് ഖടാഖട്ട് ഇന്നത്തെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ആർക്ക് അനുകൂലമായിട്ടായിരിക്കും പോളിംഗ് രേഖപ്പെടുത്തുക എന്നതാണ് ചോദ്യം. ഫടാഫട്ട് ഫടാഫട്ട് ആർക്ക് അനുകൂലമായിട്ടായിരിക്കും വോട്ട് രേഖപ്പെടുത്തുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. രേഖപ്പെടുത്തി കഴിഞ്ഞു സർ. ഇന്ന് എണ്ണതാണ്. അതെ, വോട്ടിംഗ് മെഷീനിൽ നമ്മൾ കാണണ്ടേ? പോളിംഗ് അല്ല, കൗണ്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തണ്ടേ? കൗണ്ടിംഗ് മെഷീൻ എണ്ണണ്ടേ? പോളിംഗിൽ കൗണ്ടിംഗ് മെഷീനിൽ എണ്ണിക്കഴിഞ്ഞ് ഫോമിൽ രേഖപ്പെടുത്താൻ പോകുന്നത് ആരുടെ വിജയം? അതാണ് കാത്തിരിക്കുന്നത്. നോക്കൂ, മോദിയുടെ വിജയമാണോ രാഹുലിന്റെ വിജയമാണോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും താമര വിരിയുമോ ഇന്ത്യയിൽ എന്ന പ്രസക്തമായ ചോദ്യം. താമര കുമ്പിളിലാകുമോ 3-ാം തവണയും ഇന്ത്യ കേരളത്തിൽ എവിടെയെങ്കിലും താമര വിരിയുമോ എന്ന പ്രസക്തമായ ചോദ്യമുണ്ട്. നികേഷ് കുമാർ എന്ന് പറയാമോ? നേരത്തെ പറഞ്ഞ പോലെ ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് മുമ്പത്തെ സ്ഥിതിയിലേക്ക് അദാനി എത്തി എന്ന് പറയുമ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ രാജ്യത്ത് സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്രകമ്പനം ചില്ലറയല്ല എന്ന് നമ്മൾ കാണേണ്ടതാണ്. അതായത് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നു എന്ന് മാത്രമല്ല പറയുന്നത്, നരേന്ദ്രമോദിയുടെ ഒക്കച്ചങ്ങായിമാരായിട്ടുള്ള വ്യവസായികൾക്കാണ് ഇനി രാജ്യം 5 വർഷം തുറന്നു വച്ചിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഈ 5 വർഷം കൊണ്ട് എങ്ങനെയാണോ കഴിഞ്ഞ 10 വർഷം കൊണ്ട് അദാനി 10,000 മടങ്ങിന് സ്വത്ത് സമ്പാദിച്ചിട്ടുള്ളത്, അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ് ഈ 5 വർഷം കൊണ്ട് അദാനിയെ പോലുള്ള ഈ പറയുന്ന ഒക്കച്ചങ്ങായിമാർ സമ്പാദിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ സ്ഥിതി. അതല്ലാതെ ഏതെങ്കിലും പട്ടിണി പാവത്തിനെ ഈ 5 വർഷം കൊണ്ട് സഹായിക്കുമെന്നുള്ള രീതിയിലുള്ള ഒരു റിസൾട്ടും ഇല്ല. സ്ഥാനാർത്ഥികളിൽ പ്രത്യേകം നോട്ട് ചെയ്യുന്നത് എ ആരിഫിനെയാണ്. എ ആരിഫ് വളരെ കൂളാണ്. നോക്കൂ, എ ആരിഫ് ആരാണ്? ഉണ്ണിയുടെ നാട്ടുകാരനാണല്ലോ. KR ഗൗരിയമ്മയെ തോൽപ്പിച്ചിട്ടാണ് അരൂരിൽ KR ഗൗരിയമ്മയെ പോലെ ഏറ്റവും സ്റ്റാൾവാർട്ടായ CPM-ന്റെ നേതാവിനെ, പക്ഷേ പിന്നീട് UDF-ലെത്തിയ CPM നേതാവായിട്ടുള്ള ഗൗരിയമ്മയെ തോൽപ്പിച്ചുകൊണ്ടാണ് ആരിഫ് അതെ UDF-ലുള്ള ഗൗരിയമ്മയെ തോൽപ്പിച്ചുകൊണ്ടാണ് ആരിഫ്, അതും അരൂര് പോലുള്ളൊരു മണ്ഡലത്തിലെന്ന് ആലോചിക്കണം. അരൂര് പോലെ ഗൗരിയമ്മയെ പറയുന്ന നെഞ്ചിലേറ്റിയ ഒരു ജനസമൂഹത്തിനിടയിലേക്കാണ് ആരിഫ് എന്ന് പറയുന്ന യുവാവ് ഇറങ്ങിച്ചെല്ലുന്നത്. അങ്ങനെയാണ് ആരിഫ് അവിടെ അത്ഭുതം സൃഷ്ടിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ആരിഫ് ആലപ്പുഴയിൽ അത്ഭുതം സൃഷ്ടിച്ചു. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. എൻ്റെ ഒരു നിരീക്ഷണമാണ്, അത് തെറ്റാണെങ്കിൽ നിങ്ങൾ തിരുത്തണം. കേരളത്തിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ഇപ്രാവശ്യം മലയാളികൾ ആകാംക്ഷയോട് ഉറ്റുനോക്കുന്നത് ദേശീയ റിസൾട്ടിനെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും 20 മണ്ഡലങ്ങളിൽ കേരളത്തിൽ ആര് ജയിക്കും എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു കൺസേൺ തന്നെയാണെങ്കിലും ഞാൻ സംസാരിക്കുന്ന മലയാളികൾ മുഴുവനും, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുന്ന മലയാളികൾ മുഴുവനും ഈ തിരഞ്ഞെടുപ്പിൽ ദേശീയ രംഗത്ത് ആര് അധികാരത്തിൽ വരുമെന്നുള്ളതാണ്. അതായത് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ഗൗരവത്തോടെ, ഒരു പക്ഷേ ചരിത്രത്തിൽ 77 കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഇപ്രാവശ്യമായിരിക്കാം ദേശീയ അധികാരത്തിലേക്ക് ആര് വരുന്നു എന്നതിനെ സംബന്ധിച്ച് മലയാളികൾ വളരെ ഗൗരവ രാഷ്ട്രീയ ബോധം മലയാളികൾക്കുണ്ട് എന്നുള്ള കാര്യം പ്രധാനം തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ കനൽ ഒരു തരിയായിരിക്കില്ല എന്നാണല്ലോ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ചാരമാകുമെന്നാണ്. അല്ല, കനൽ ഒരു തരിയായിരിക്കില്ല, ചാരമാകുമെന്ന് ഒരു ഫലം പറയുന്നു. എല്ലാം അങ്ങനെയല്ലല്ലോ. അപ്പോൾ 4 മുതൽ 5 വരെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ താഴെ പോവുകയാണെങ്കിൽ ഭരണവിരുദ്ധ വികാരം അത് എത്രത്തോളം പ്രതിഫലിച്ചു എന്ന് അത് സ്വാഭാവികമായും തരംഗമുണ്ടായി എന്നൊരു ഇന്റർപ്രിട്ടേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇത്തവണയും 20-0 എന്നൊരു കണക്കിൽ തരംഗമില്ല എന്നുള്ളതാണ് നമ്മൾ അവിടെ ഇൻവിസിബിൾ ആയ ഒരു തരംഗം ഉണ്ടായിരുന്നു മോദിക്കെതിരായിട്ടുള്ള. ഞാൻ പറയുന്നത് 1 ലക്ഷം കടന്ന് നമ്മുടെ മുന്നേറ്റം, റിപ്പോർട്ടറിന്റെ അനിഷേധ്യമായ മുന്നേറ്റം. താങ്ക് യു വ്യൂവേഴ്സ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊപ്പം തുടരുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന്
നന്ദി നന്ദി 1000 നന്ദി. സ്മൃതി, ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചറിയാൻ സാധിക്കും, സംശയമൊന്നുമില്ല. കഴിഞ്ഞ തവണ സംസ്ഥാന ഭരണത്തിനെതിരായിട്ടുള്ള വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് 19-1 എന്നുള്ള നില വന്നത്. അത് ശബരിമലയുടെ കാര്യത്തിനായാലും രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി ദേശീയ തലത്തിൽ നമുക്കൊരു പുതിയ താരോദയമായിരിക്കുന്നു എന്നുള്ള കാഴ്ചപ്പാടിലൊക്കെ ആണെങ്കിൽ പോലും അടിത്തട്ടിൽ ഭരണവിരുദ്ധ വികാരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. 2004 ഏറ്റവും കൂടുതൽ അംഗങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നിന്ന് അയച്ചത് എങ്ങനെയാണ്? ആന്റണിക്കെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമാണ്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഒരു ഘടകമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും നമ്മൾ 20 മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുമ്പോൾ പൊതുവായിട്ട് ആദ്യഘട്ടത്തിൽ ഉയർന്നു കേട്ടത് ക്ഷേമ പെൻഷൻ തരാതെ ധൂർത്ത് നടത്തുന്ന സർക്കാർ എന്നുള്ളൊരു സിംഗിൾ നെറേറ്റീവാണ് ഈ ഘട്ടത്തിൽ ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീടാണ് മാസപ്പടി അടക്കമുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയാവുന്നതെങ്കിലും ഏറ്റവും മുന്നിൽ ഉണ്ടായിരുന്നത് ക്ഷേമ പെൻഷൻ കൊടുക്കില്ല. പക്ഷേ വോട്ടിങ്ങിന് മുമ്പ് 3 ക്ഷേമ പെൻഷനുകളുടെ ഗഡുക്കളും കൊടുത്തു തീർത്തു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആന്റി ഇൻകംബൻസിയുടെ അളവ് കുറയ്ക്കാൻ LDF സാധിച്ചു. അതാണ് പ്രധാനം. കാരണം പിന്നീട് അങ്ങോട്ടേക്ക് ഈ ക്ഷേമ പെൻഷനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയം സർക്കാരിനെ പ്രതികൂട്ടിലാക്കുന്ന തരത്തിലുള്ള വിഷയങ്ങളിൽ നിന്ന് മാറുകയും ഈ രാജ്യം ആര് ഭരിക്കണമെന്നതിനെ സംബന്ധിച്ച് ആ രാജ്യത്ത് ജനാധിപത്യത്തിനു വേണ്ടി മതേതരത്തിനു വേണ്ടി ആരാണ് നിലപാടെടുക്കുന്നത് എന്നൊരു വിഷയത്തിലേക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം മാറിയിരുന്നു. ഞാൻ വിചാരിക്കുന്നില്ല ഏപ്രിൽ 26 നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോയത്. ഏപ്രിൽ ആദ്യവാരം മുതൽ തന്നെ വളരെ ശക്തമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് മതേതരത്വം, ജനാധിപത്യം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണ്. അവിടെ ഞാൻ വിചാരിക്കുന്നത് ഉറപ്പായിട്ടും ക്ഷേമ പെൻഷൻ പോലുള്ള പ്രശ്നങ്ങൾ, വിലക്കയറ്റം, സപ്ലൈകോ അടക്കമുള്ള വിഷയങ്ങൾ, SFIയുടെ അന്വേഷണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ, ഞാൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്, കേരളത്തിലെ തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന ഘട്ടത്തിൽ ആ വിഷയങ്ങളെല്ലാം മാറിപ്പോവുകയും ഒരു ജനാധിപത്യ മതേതര രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി ആര് നിൽക്കുന്നു, നിലപാടെടുക്കുന്നു എന്നുള്ള വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ LDFന് കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 45 മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുന്നു 8 മണിയാകാൻ. എല്ലാവരും കാത്തിരിക്കുന്നു. ഇന്ത്യയിൽ എല്ലാവരും ഉണർന്ന് TV സ്ക്രീനുകളുടെ മുന്നിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഇറ്റ്സ് എ സ്പൈസി മസാല ഗെയിം. ഒരു പക്ഷേ കഴിഞ്ഞ തവണ ഫുട്ബോളിൽ അർജന്റീനയുടെ താരം ലയണൽ മെസ്സി എങ്ങനെയാണ് ബൂട്ട് കെട്ടിയത് എന്നതുപോലെ മോദി ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് NDA ക്യാമ്പ് പറയുന്നത്. എങ്ങനെയാണ് റയൽ മാഡ്രിഡ് ഡോട്ട്മുണ്ടിനെ പരാജയപ്പെടുത്തിയത് അതുപോലെ പരാജയപ്പെടുത്തും NDA ഇന്ത്യ മുന്നണി എന്നാണ് എല്ലാവരും കരുതിക്കൊണ്ടിരിക്കുന്നത്. അവസാന നിമിഷം ഒരു പ്രധാനപ്പെട്ട ലീപ്പ് ഉണ്ടാകുമോ എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഒടുവിൽ അർജന്റീനയെ വിറപ്പിച്ച എംബാപ്പയെ പോലെ ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് ഒരു സ്വാധീനമുണ്ടാക്കാൻ കഴിയുമോ? ഇന്ത്യ മുന്നണിക്ക് സ്വാധീനമുണ്ടാക്കാൻ കഴിയുമോ? അടിയൊഴുക്കുകൾ എന്തായിരിക്കുമെന്നാണ് നോക്കുന്നത്. എന്തായാലും ജനാധിപത്യം മതേതര